Exhausted guys, exhausted വയ്യാണ്ടായി. items ആണ് ഇത്ര സാധനം വാങ്ങാം. We were excited. നമ്മൾ ഫസ്റ്റ് ക്രിസ്മസ് ആണ് after becoming intern. നമ്മൾ ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ക്രിസ്മസ് കോമ്പറ്റീഷൻ ആണ് വരുന്നത്. ക്രിബ് കോമ്പറ്റീഷൻ എന്നാണ്? 23rd December. ഓക്കെ, അപ്പോൾ 23rd ഡിസംബറിൽ നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷന് ഭാഗമായിട്ട് ഞങ്ങളുടെ items ആണ് ഇത്ര സാധനം വാങ്ങാം. യെസ്, നമ്മൾ ഇന്ന് കുന്നംകുളം വരെ പോവാണ്. ആർ യു എക്സൈറ്റഡ് അമീഷ? Yeah, very much excited. നമ്മൾ ഫസ്റ്റ് ക്രിസ്മസ് ആണ് after becoming intern. നമ്മൾ ഫസ്റ്റ് ഇയർ മാത്രം നമ്മൾ ആക്ച്വലി സെലിബ്രേറ്റ് ചെയ്തു. അതായത് ബാക്കി എല്ലാ സമയത്തും നമുക്ക് ഡിസംബർ സമയം എന്ന് പറയുമ്പോൾ സ്റ്റഡി ലീവാണ്. ജനുവരിയിൽ എപ്പോഴും ഞങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാമാണ് വരാറ്. സോ ദിസ് ടൈം നമ്മൾ ഇന്റേൺസ് ആയിട്ട് നമ്മൾ അടിച്ച് പൊളിക്കാണ് എല്ലാവരും. അപ്പോൾ ഞങ്ങൾ ഇന്ന് ക്രിസ്മസിൽ ഓട്ടോ എടുത്തോ, ക്രിസ്മസ് ഫ്രണ്ടൊക്കെ എടുത്തോട്ടോ അല്ലേ? എടുത്തെടുത്ത് എല്ലാവരും എടുത്ത് ഞങ്ങൾ ക്രിസ്മസിന് കാണാം. ബൈ. സോ ഞങ്ങൾ കുന്നോളം വന്നേക്കാണ്. എമിട്രസ്, അമീഷ, സോ നമ്മൾ ക്രിബിന് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് കുന്നംകുളത്തേക്കാണ് വന്നത്. ഇവിടെ അത്യാവശ്യം നല്ല പ്രൈസ് റേഞ്ചിൽ, അതായത് അഫോർഡബിൾ റേഞ്ചിൽ ഒരുപാട് സാധനങ്ങൾ മേടിക്കാൻ കിട്ടും. സോ നമ്മുടെ കോളേജ് ഈ കുന്നംകുളം അടുത്തായതുകൊണ്ട് തന്നെ വളരെയധികം എളുപ്പമായിരുന്നു ട്രാവലിംഗ് ഒക്കെ. ഞങ്ങളന്ന് വൈകിട്ട് ഇറങ്ങിയതാണ്. സോ ഒരു 4:45 വരെയൊക്കെ നമ്മൾ നല്ലോണം ഷോപ്പിംഗ് ആയിരുന്നു. ഒരുപാട് ക്യൂട്ടായിട്ടുള്ള കുറേ സാധനങ്ങൾ കണ്ടു കേട്ടോ. സോ എനിക്ക് ഏറ്റവും ക്യൂട്ടായിട്ട് തോന്നിയത് ഈ ഒരു മിനി ലാംപ്സ് ആണ്. ഞാനത് മേടിക്കാൻ കുറേ വാശി പിടിച്ചു, എന്നിട്ടാണ് അവർ മേടിച്ചത്. ആക്ച്വലി നല്ല രസമുണ്ടായിരുന്നു. ഇത് കടിച്ച പുട്ടു അല്ലെ? ഒരുപാട് കടകളിൽ കയറി കേട്ടോ. സോ നമ്മുടെ സർജറി ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മുടെ ഇൻറ്റേൺസിനെ കുറേ പേര് കണ്ടു. അപ്പോൾ അവരുടെ സെലിബ്രേഷൻ വന്നിട്ട് പിറ്റേ ദിവസം തന്നെയായിരുന്നു, അതായത് ഫ്രൈഡേ ആയിരുന്നു. സോ അവരുടെ സെലിബ്രേഷൻ ആവശ്യമായ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി വന്നതായിരുന്നു. ഇവിടെ എന്താ പരിപാടി? ക്രിസ്മസ് സെലിബ്രേഷൻ ആണ്. നാളെയാണോ നിങ്ങൾക്ക്? സർജറി പീപ്പിൾക്ക് നാളെ. നമ്മുടെ PSM മൊത്തം ഉണ്ട് കുന്നംകുളത്ത്. എല്ലാവരും ഉണ്ട്. സാധനങ്ങൾ മേടിച്ചു. ഇത് ക്രിസ്മസ് ഫ്രണ്ടിനുള്ള ഗിഫ്റ്റ്. എക്സോസ്റ്റഡ് ഗൈസ്, എക്സോസ്റ്റഡ് വയ്യാണ്ടായി. ഞങ്ങൾ ഒരു ജ്യൂസ് മേടിക്കാൻ പോവാണ്. ആക്ച്വലി നമ്മളൊരു ലിസ്റ്റ് ഓഫ് സാധനങ്ങൾ നമ്മൾ ഓൾറെഡി എഴുതി പോയിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് അവിടെ പോയിട്ട് അത്ര കൺഫ്യൂഷനൊന്നും വന്നില്ല, എന്താണ് മേടിക്കേണ്ടത് അങ്ങനെയൊക്കെ. ഞങ്ങളിങ്ങനെ ഇരുട്ടായ വഴി കൂടെയൊക്കെ നടന്ന് എവിടേക്കോ എത്തി. നെക്സ്റ്റ് ഡേ വന്നിട്ട് നമ്മൾ ആദ്യം തന്നെ പോയത് അവിടെയുള്ള കല്ല് പറക്കാനും അതൊക്കെ പറക്കാൻ വേണ്ടി വന്നേക്കാണ്. ക്രിബ് മേക്കിംഗ് ആവശ്യമായിട്ട് ഞങ്ങൾ കുറച്ച് കല്ലുകളൊക്കെ പറക്കാൻ വന്നേക്കാണ്. ഇവിടെ എല്ലാവരും ഉണ്ട്. നമ്മുടെ കോളേജ് വേറെ ലെവലാക്കാൻ പോകണം ഞങ്ങള്. എല്ലാ കല്ലുകളും പറക്കിയത് ക്രിബിന് എത്രത്തോളം ആവശ്യമുണ്ടെന്നൊന്നും അറിയില്ല, എന്നാലും നമ്മളെല്ലാം പറക്കുന്നുണ്ട്. ഇതാ നമ്മൾ ലാസ്റ്റ് ഇവിടെയാണ് നമ്മുടെ പുൽക്കൂട് സെറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. പുൽക്കൂടിന് മണ്ണും പലതരം മണലും മണ്ണും ബീച്ച് മണൽ ഇതൊക്കെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചാക്കിൽ നമുക്ക് അവിടെയുള്ള മണ്ണൊക്കെ പറക്കിക്കൊണ്ട് പോകുന്ന സീനാണ് കണ്ടത്. പാലം ഉണ്ടാക്കാണ്. ദെൻ ഇവിടെ നമ്മുടെ ഹാൻഡ് മെയ്ഡ് ക്രിബ് ഉണ്ടാക്കുന്നത് നമ്മുടെ സ്വന്തം നൗറീൻ. വിശ്വാസത്തിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അത് നമുക്ക് ഉണ്ടാക്കി നോക്കാം. ടെക്നിക്കലി ഭയങ്കര ഇതൊക്കെ ആയിട്ടാണ് അത് ഉണ്ടാക്കണേ. ഞാനിവിടെ മാർക്കറ്റാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും ആയാൽ മതിയായിരുന്നു. സോ ഇവിടെ തകൃതിയായിട്ട് എല്ലാവരും എല്ലാം ചെയ്യുന്നുണ്ട്. ഹലോ ഗൈസ്, ഇന്ന് മൺഡേ. നാളെയാണ് ഞങ്ങളുടെ ലാസ്റ്റ് ഡേറ്റ് ഫോർ ക്രിസ്മസ്. പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രത്യേകിച്ച് വ്യത്യാസം എന്ന് പറയാനായിട്ട് ഞങ്ങൾ ഉണ്ടാക്കി വെച്ച എല്ലാ സാധനങ്ങളും കൊണ്ടേ വെച്ചിട്ടുണ്ട്. ഇനി ക്രിസ്മസ് ട്രീ ഒക്കെ അലങ്കരിച്ചു. ഇനിയിപ്പോൾ അവിടെ ചേച്ചിയുടെ കാര്യം ചെയ്യുന്നത്. ഇമിട്രസ് അവിടെ വായ നോക്കിയിരിക്കുന്നുണ്ട്, ഫോൺ നോക്കിയിരിക്കുന്നുണ്ട്. ഇവിടെ ഫുഡ് ഇതെന്താ നോക്കട്ടെ, സ്വീറ്റ്സ് ഞങ്ങൾക്ക് നൗറിൻ ചേച്ചി തന്നതാണ്.
ഫ്രം പെരിയോ സ്റ്റുഡൻസ് ടു പെരിയോ സ്റ്റുഡൻസ്. അമീഷ എന്തുണ്ടാക്കണേ? അമീഷ ആർട്ടിസ്റ്റ് ആണ്. സോ ഷീ ഈസ് മേക്കിംഗ് സ്നോഫ്ലേക്സ്. സോ ക്യൂട്ട്. ഹലോ ഗൈസ്, ഇപ്പോൾ സമയം 5 മണി. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിൽക്കുകയാണ്. എന്തായി എങ്ങനെയാണ് എന്നൊന്നും അറിയില്ല, പക്ഷെ ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആകെ ആർട്സിൻ്റെ സമയത്ത് മാത്രം നമ്മൾ 5:30, 6 മണി, 7 മണി എന്നൊക്കെ നിന്നിട്ടുള്ളൂ. പക്ഷെ ഇങ്ങനെ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് കോമ്പറ്റീഷൻ്റെ ഭാഗമായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ നിൽക്കണം ഇത്ര സമയം. യെസ്, ദിസ് ഈസ് അവർ ക്രേപ്പ്. ഇനി കുറേ കാര്യങ്ങൾ കൂടെ വരും. ഇത് പെയിന്റ് അടിക്കണം. യെസ്, ഹായ്, ഇന്നാണ് നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ. ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയും കുറച്ച് വർക്ക്സും കൂടി ഉണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഞാൻ ആദ്യം ഒരു ബ്ലാക്ക് ഡ്രസ് ഇട്ടാണ് വന്നത്, പിന്നെ എബിയുടെ ഒരു റെഡ് ഡ്രസ് കിട്ടിയിട്ടുണ്ട്. ദിസ് ഈസ് അവർ ഹണി ചേച്ചി. And here is Naveen. Happy Christmas. Yes. നിങ്ങൾ പറയൂ, ഹാപ്പി ക്രിസ്മസ് പറയൂ. ഹാപ്പി ക്രിസ്മസ് ജോഷി. ഹാപ്പി ക്രിസ്മസ്. ഇതാണ് ഞങ്ങളുടെ ശ്രുതി മാം. പറയൂ ഹാപ്പി ക്രിസ്മസ്. ഞങ്ങൾ സ്റ്റാർട്ടാർ 3 വയസ്സിൽ താഴെ പിറന്നിട്ടുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കൊല്ലാൻ വേണ്ടിയിട്ട് ഇവിടെ തീരുമാനിച്ചു. 3 രാജാക്കന്മാര് അന്വേഷിച്ച് വരുന്നതായിരുന്നു. അവരൊക്കെയാണ് കുതിച്ച നക്ഷത്രത്തെ മഹാരാഷ്ട്രം കണ്ട് വന്ന് കാൽത്തോട്ടത്തിനടുത്ത് ഉണ്ണീശ്വരനെ കാണുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. അവരവിടെ കുന്തിരിക്കും പൊന്നിന്റെ നിറ കാഴ്ചവെച്ചു. അതിനുശേഷം ഈ കാലിത്തോട്ടത്തിന്റെ അരികിലായിട്ട് മലമുകളിൽ നിന്ന് ജലരുവി ഒഴുകുന്നുണ്ടായിരുന്നു. ഓപ്പോസിറ്റ് അതിന്റെ എതിർവശത്തായിട്ട് സാധാരണ ജനങ്ങൾ മരുഭൂമിയിനടുത്തും നെൽപ്പാടങ്ങളടുത്തും കൃഷിയും ആടുകളെ മേടിച്ചുമാണ് കഴിഞ്ഞുകൊണ്ടിരുന്നത്. അതിന്റെ തൊട്ടടുത്തിന് വലിയൊരു കോട്ട ഉണ്ടായിരുന്നിട്ട് പോലും ഉന്നയിച്ച ഒരു സാധാരണ കാലഘട്ടത്തിലാണ്. ഈ കാലഘട്ടത്തില് ഓരോ മനുഷ്യന്റെ മനസ്സിൽ ഉന്നയിച്ചിനെ ഉൾക്കൊണ്ട് ലൗകിക സൗകര്യങ്ങൾ അതിന് പിന്നാലെ പോകാതെ സിമ്പിളായി സമാധാന സന്തോഷത്തിന്റെയും രീതിയിൽ എങ്ങനെ ജീവിക്കണമെന്നും സമൂഹത്തെ ഒരുമിച്ച് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ആവശ്യകതയാണ് ക്രിസ്മസ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ മെറി ക്രിസ്മസ്, എല്ലാവർക്കും സന്തോഷത്തിന്റെ ആളുകളാണ്. ഇതാണ് ജഡ്ജസ് വന്നപ്പോൾ നമ്മൾ പറഞ്ഞ ഇൻട്രൊഡക്ഷനും അതുപോലെ കരോൾ ഗാനവും. അതിനുശേഷം ഞങ്ങൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റാഫ്സും എല്ലാ സ്റ്റുഡൻസും ഞങ്ങളുടെ ഇന്ത്യൻസ് ബാച്ചും എല്ലാവരും ഒന്നിച്ച് ഫോട്ടോ എടുത്തു. ദെൻ ഞങ്ങൾ ക്രിസ്മസ് ഗിഫ്റ്റ് കൈമാറി. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാനും അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പേഷ്യൻസ് വരുന്നുണ്ടായിരുന്നു. നമ്മൾ അവരെ കൈകാര്യം ചെയ്യുന്നുണ്ട്. എല്ലാം കൂടെ ഒന്നിച്ചാണ് മാനേജ് ചെയ്യുന്നത്. സോ എല്ലാവർക്കും പരസ്പരം ഇഷ്ടം പോലെ ഗിഫ്റ്റ് കിട്ടി. എല്ലാവരും ഹാപ്പിയായി. അതും നമ്മുടെ ഫേസിൽ കാണായിരുന്നു. ആ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ ഭാഗമാണല്ലേ ഒരു ഗിഫ്റ്റ് കൊടുക്കുക, ഗിഫ്റ്റ് വാങ്ങുക എന്ന് പറയുന്നത് ഒരു എക്സൈറ്റിംഗ് പാർട്ടാണ്. അതിന് ശേഷമാണ് ഞങ്ങൾ എല്ലാവരും കൂടെ കേക്ക് കട്ട് ചെയ്ത് പങ്കുവച്ച് നമ്മൾ സ്വീറ്റ്സ് ഷെയർ ചെയ്തു.
എനിക്ക് ക്രിസ്മസ് ഫ്രണ്ടായിട്ട് കിട്ടിയത് സീതു PGയിലെ ചേച്ചിയായിരുന്നു. ആൻഡ് എന്നെ ക്രിസ്മസ് ഫ്രണ്ടായിട്ട് കിട്ടിയത് ഒരു പാർട്ട് 1ലെ അനർഘ എന്ന് പറഞ്ഞ കുട്ടിയായിരുന്നു. ആൾ ഭയങ്കര എഫേർട്ട് എടുത്ത് ഒരു ഗിഫ്റ്റ് ഹാമ്പറിൽ ഒരു ഫാഷനിസ്റ്റിക്ക് കൊടുക്കാൻ പറ്റുന്ന എല്ലാത്തരം, അതായത് ഐലൈനർ, ലിപ്സ്റ്റിക്, ബ്ലഷ് ഇടുന്ന ബ്ലെൻഡർ, അങ്ങനെ എല്ലാ കാര്യങ്ങളും എനിക്കെന്താ പറയുക, ഞാൻ മൈ ഹാർട്ട് ഈസ് ഫുൾ എന്ന് പറഞ്ഞ പോലെ എനിക്ക് അത്രയും ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ളൊരു ഫീലിംഗ് ആയിരുന്നു. ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് ആ ഗിഫ്റ്റ്. ഐ താങ്ക് യു. പ്രൈസ് അനൗൺസ് ചെയ്യാണ്. തേർഡ് പ്രൈസ് OMR, സെക്കൻഡ് പ്രൈസ് ഫസ്റ്റ് പ്രൈസ് നമുക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയപ്പോൾ എന്താ പറയുക, ഭയങ്കര സന്തോഷമായി. അതായത് നമ്മൾ ഇത്രയും ദിവസം ഇട്ട ഒരു എഫേർട്ടിൻ്റെ ഒരു റിസൾട്ടാണത്. നമ്മൾ കോളേജിൽ മൊത്തത്തിൽ എല്ലാവരെയും വിളിച്ചിട്ടൊരു കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. സോ എല്ലാവരുടെയും ഭാഗത്തുനിന്നും ക്രിസ്മസ് സെലിബ്രേഷൻ അടിപൊളിയായിരുന്നു. ഇതാണ് ബാക്കി ഡിപ്പാർട്ട്മെൻറ്റിൽ, അതായത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഫോട്ടോ ഒന്നും എടുത്തില്ല, ചില ഡിപ്പാർട്ട്മെൻറ്റ് മാത്രം ഫോട്ടോ എടുത്തിട്ടുള്ളൂ. എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് പിറ്റേ ദിവസം നമ്മൾ സക്സസ് സെലിബ്രേഷൻ പോലെ കേക്ക് കട്ട് ചെയ്തു. അതായത് നമുക്ക് ഫസ്റ്റ് പ്രൈസായിട്ട് വലിയൊരു ചോക്ലേറ്റ് കേക്കാണ് കിട്ടിയത്. നമ്മൾ അതും പങ്കുവച്ചു. ദെൻ അടിപൊളിയായിരുന്നു. എല്ലാവർക്കും എൻ്റെ ഈ ഒരു കുട്ടി വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആൻഡ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. ഹാവ് എ നൈസ് ഡേ. ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ടു all the well wishers and everyone and universe. Thank you.